afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Nara prayer പാടുന്നത്. പ്രയർ ഞാൻ ചൊല്ലാം മാം. നീതു. ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരേശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സൈനിങ് ആരാ? മാം ഞാനാണ്. ഒരു നഴ്സറി പാട്ട് പാടാം. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി കാച്ചിവച്ച ചൂടുപാല് ഓടിച്ചെന്നു നക്കി കുഞ്ഞുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു മ്യാവ് 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 മ്യാവ്. താങ്ക് യു മാം. ഓക്കെ. തോട്ടാരാ? Thought Nana, ma'am. Anyone who has never made mistakes has never tried anything new. Albert Edison. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ? എന്തായിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എന്താ മനസ്സിലായ കഴിഞ്ഞ ക്ലാസ്സിൽ? നോക്കിയിരുന്നോ ഇന്നലെ പോയിട്ട്? എന്താണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താ മനസ്സിലായ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് മലയാളത്തില് വൈജ്ഞാനിക വികാസം എന്നാണ് പറയുന്നത്. അത് ഫാദർ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാക്ഷയാണ്. ചിന്തിക്കാനും പിന്നെ ന്യായം കണ്ടുപിടിക്കാനും പിന്നെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും അതിൽ ഭാഷ, ഓർമ്മ, ചിന്തകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പെട്ടതാണ്. പിന്നെ നമുക്കൊരു പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ് ആ ഒരു ടൈമിലാണ് ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് ഒരു 6 മാസം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് വസ്തുക്കളെ മനസ്സിലാക്കാനും അതിനോട് അതെന്താണെന്ന് ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു ഇത് കുട്ടികളിൽ വളർന്നു വരുന്ന ഒരു ടൈമാണിത്. ഒരു ആനയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കാണെങ്കിലും ഇത് ആ ആനയുടെ വലിപ്പം, അതിന്റെ ഓരോരോ ഭാഗങ്ങളുടെയും വലിപ്പം അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വരുമല്ലോ. അതേപോലെ കുട്ടികൾക്ക് ആനേനെ കാണുമ്പോൾ അതിനോടൊരു അട്രാക്റ്റീവ് തോന്നും. അങ്ങനെ അതിനോടുള്ള വലിപ്പത്തിനോടും അങ്ങനെയുള്ളൊരു ചിന്താശക്തി ഓരോ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ടൈമിലാണ് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. A cognitive development proceeds and children's thinking ability and their vocabulary is increased to include comparative terms such as big, small, tall and short. നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവരെ ചിന്തിക്കാനുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണല്ലോ വരുന്നത്. അപ്പൊ ചിന്തിക്കാനുള്ള തിങ്കിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ വൊക്കാബുലറി അവർക്ക് എന്താണ് കുറെ കാര്യങ്ങൾ ഭാഷാപരമായിട്ടുള്ള ഇൻക്രീസ്മെന്റ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് ഇപ്പൊ ഷോർട്ട്, സ്മോള്, ടോള് ഇതൊക്കെ നമ്മൾ പഠിക്കില്ലേ? ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടൈമില് ബിഗ്, സ്മോള് അല്ലെ? ബിഗ് ടു സ്മോള് പഠിക്കാറില്ലേ ഇതൊക്കെ? ഓക്കെ. അപ്പൊ ബിഗ്, സ്മോള്, ടോള്, ഷോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വൊക്കാബുലറി ഇൻക്രീസ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തിങ്കിങ് സ്കില്ലും തിങ്കിങ് എബിലിറ്റി ചിന്തിക്കാനുള്ള കഴിവും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്
They also include spatial terms such as above and below, near and far in their speech. അവര് എന്തൊക്കെയാ പഠിക്കാറ്? ഷോർട്ട്, ബിഗ്, സ്മോൾ എന്നൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ബിലോ, നിയർ, എബവ്, ഫാർ ഇല്ലേ, ഇതും ഈ കാര്യങ്ങളും അവര് പഠിച്ചു തുടങ്ങും. The language children use clearly reflect the level of their cognitive development. ലാംഗ്വേജും എന്തായിട്ട് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. Children in the 3 to 6 years age grow, talk and understand about things that they touch, see, hear or experience through their sense. ഇനി 3 to 6 years ആകുമ്പോഴത്തേനും അവർ നന്നായിട്ട് ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാനായിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും പിന്നെ ടച്ച് ചെയ്ത് നോക്കാം, അതുപോലെ കണ്ടു പഠിക്കാം, കണ്ടും കേട്ടും പഠിക്കാം, അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കണ്ടും കേട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും അവർ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. They cannot understand or talk about abstract things such as honesty. Honesty എന്ന് പറഞ്ഞാൽ എന്താണ്? Honesty എന്ന് പറഞ്ഞാൽ എന്താണ്? Honesty സത്യസന്ധത. സത്യസന്ധമായിട്ടുള്ള സത്യസന്ധത. ഇത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ തൊട്ട് നോക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാര്യമാണല്ലേ ഹോണസ്റ്റി എന്ന് പറഞ്ഞാല്. ഓക്കെ, അതുപോലെ തന്നെ ഹോണസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കി അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു കാര്യമാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ തൊട്ട് നോക്കി അത് പിടിച്ചു നോക്കാനൊക്കെ കഴിയാത്തതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യവും അവര് പഠിക്കുന്നുണ്ട്. ഡെവലപ്പ് ആയിട്ട് വരുമ്പോഴും ഓരോ കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. ടച്ച് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോ കാര്യങ്ങളും ടച്ച് ചെയ്ത് നോക്കി അത് കണ്ട് കേട്ട് അതും അതുപോലെ തന്നെ അവരുടെ ഭാഷകള് വൊക്കാബുലറി ഇതൊക്കെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ടൈമിലാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. വൊക്കാബുലറി ആയാലും അതുപോലെ തന്നെ എന്താണ് ബിഗ്, ഷോർട്ട്, സ്മോൾ, അതുപോലെ തന്നെ ബിലോ, ഫാർ ഇതൊക്കെ എന്താണ് അവർ കണ്ടും കേട്ടും മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നത്. ഇതൊക്കെ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്, ഒരു തരത്തിലുള്ള സ്റ്റേജസ് ആണ് പഠിക്കുന്നത്. അതിനു മുൻപ് നമ്മള് ഇതാരുടെ സ്റ്റേജുകളാണ് അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ സ്റ്റേജ് കൊണ്ടുവന്നത് ഇതിന്റെ ഫാദർ ആരാണെന്നും കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ആ ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ജെറോം ബ്രൂണേഴ്സ് തിയറി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ 3 സ്റ്റേജ്, an active, iconic and symbolic stage. Cognitive development ഈ 3 സ്റ്റേജ് കൊണ്ടുവന്നത് ജെറോം ബ്രൂണർ ആണ്. ബ്രൂണറുടെ തിയറി ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് തരാം. 1 മിനിറ്റ്. Okay, Jerome Bruner. അവിടെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ജെറോം ബ്രൂണേഴ്സ് അപ്പോസ്ട്രോഫി വെച്ച് കൊടുക്കുക. ജെറോം ബ്രൂണേഴ്സ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. Jerome Bruner's theory of cognitive development, also known as the cognitive theory. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫാദർ എന്ന് പറയുന്നത് ജെറോം ബ്രൂണർ ആണ്.
Jerome Bruner's theory of cognitive development, also known as cognitive theory. POSITS, POSITS. POSITS, that learning is an active process. POSITS, 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 that learning is an active process where WHERE, where individuals construct, CONSTRUCT, construct knowledge through experience and interactions. ഒന്നുകൂടി വായിക്കാം. Jerome Bruner's theory of cognitive development, also known as cognitive theory, posits that learning is an active process where individuals construct knowledge through experience and interactions. Okay, എന്താണ് ജെറോമസ് ബ്രൂണർ ആണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് കോഗ്നിറ്റീവ് തിയറി എന്നും പറയുന്നുണ്ട് അല്ലെ. വൈജ്ഞാനിക സിദ്ധാന്തം, മലയാളത്തിൽ പറയുന്നതാണ് വൈജ്ഞാനിക സിദ്ധാന്തം. എന്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് വ്യക്തികൾ അനുഭവങ്ങളിലൂടെയും ഇടപഴകലിലൂടെയും, പല ഇടപഴകൽ ഉണ്ടാകുമല്ലോ, അപ്പോ ഇടപഴകുന്നതിലൂടെയും അറിവ് നിർമ്മിക്കുന്ന ഒരു സജീവ പ്രക്രിയയാണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അനുഭവങ്ങളിലൂടെയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടും പല വ്യക്തികൾ തമ്മിൽ നമ്മൾ ഇന്ററാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അതിലൂടെയൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് അല്ലെ. എക്സ്പീരിയൻസിൽ നിന്ന് അറിവ് കിട്ടുന്നുണ്ട്. അതുപോലെ പല വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് അവരിൽ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അറിവ് ലഭിക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 3 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ആണോ? എടുക്കുന്ന ഭാഗങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി നോക്കാം. സ്റ്റേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ പേരൊന്നും PDF കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മിസ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി തന്നത്. അപ്പൊ അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ജെറോം ബ്രൂണർ ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. ഏതൊക്കെയാണ് സ്റ്റേജിൽ വരുന്നത്? Enactive stage, iconic stage, symbolic stage. 3 സ്റ്റേജ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് enactive stage. This stage is characterized by the child's description of things and events in terms of suitable motor response activities. In this stage, the child knows the world only through a medium of operation, not through a words or image. Example, the infant understands his environment by touching, biting, grasping. അപ്പൊ എങ്ങനെയാണ് ഇനാക്റ്റീവ് സ്റ്റേജിൽ
കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയായിരിക്കാം? The stage is characterized by the child description of things and events in terms of suitable motor response. അപ്പോ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസിലൂടെ, ചാലകപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് എങ്ങനെയാണ് അവന് ഓടുക, ചാടുക, ഇതൊക്കെയാണ് മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ കാര്യങ്ങളും അവൻ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികള് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടുക, ചാടുക, നടക്കുക അല്ലെ, മോട്ടോർ സ്കിൽസ്. മനസ്സിലായോ? അപ്പൊ ഓരോ കാര്യങ്ങൾ മോട്ടോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലകപരമായിട്ടുള്ള കഴിവുകള് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓടുന്നത്, ചാടുന്നത് വഴി ഒക്കെയാണ് ഇങ്ങനെയുള്ള മോട്ടോർ ആക്ടിവിറ്റി സ്കിൽസ് കുട്ടികളിൽ ഡെവലപ്മെന്റ് ആകുന്നത്. അപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ ഈ സ്റ്റേജിൽ എന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. ഓടുക, ചാടുക, അതുപോലെ ഡാൻസ് ചെയ്യുക, പിന്നെ ജനലിലൊക്കെ വലിഞ്ഞു കയറുക. അപ്പൊ അങ്ങനെ അവൻ ഓരോ കാര്യങ്ങളും ഇതിലൂടെയാണ് കിട്ടുന്നത്. അവന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓടുന്നതും ചാടുന്നതും വഴി. അതുപോലെ തന്നെ അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഈ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ്. ഓടുന്നത്, ചാടുക, അങ്ങനെയുള്ള പല മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴിയാണ് അവരുടെ സ്കില്ലുകൾ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഇൻഫാന്റ് അണ്ടർസ്റ്റാൻഡ്. കുഞ്ഞുങ്ങള് എന്തൊക്കെയാണ്, എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? ടച്ച് ചെയ്ത് നോക്കിയിട്ട്, അതുപോലെ തന്നെ കടിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രാസ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് പിടിച്ചെടുക്കുക അല്ലെ. ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. അപ്പൊ എൻവയോൺമെന്റ് അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? ടച്ച് ചെയ്ത് നോക്കിയിട്ട്, കടിച്ചിട്ട് ബൈറ്റിങ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവന് ആ സ്റ്റേജിൽ സാധിക്കുന്നുണ്ട്. എപ്പോഴും കുട്ടി എന്താണ്? ആക്റ്റീവ് ആയിട്ടിരിക്കും. ചാടുക, അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻവയോൺമെന്റിനെ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ മനസ്സിലാക്കിയെടുക്കുന്നത് ടച്ച് ചെയ്തുകൊണ്ട്, അതുപോലെ ബൈറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഗ്രാസ്പ്, പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നതിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ കുട്ടി എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. ആക്റ്റീവ് ആ സ്റ്റേജിൽ ആ പറയുന്ന ആ വേർഡിൽ തന്നെയാണ് അല്ലെ. എപ്പോഴും എന്താണ്? ആക്റ്റീവ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ഐക്കോണിക് സ്റ്റേജ്. The stage is characterized by the child's description of things and events in terms of audio-visual images or mental practices. In this stage, information is gained by imagery, and the child is a prisoner of his affective world. എന്താണ് ഐക്കോണിക് സ്റ്റേജിൽ പറയുന്നത്? ചൈൽഡ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഓഡിയോ വിഷ്വൽ അല്ലെ, കണ്ട് മനസ്സിലാക്കാം അല്ലെ. വിഷ്വൽ എയ്ഡ്സുകളും ഓഡിയോസുകളൊക്കെ കേട്ടിട്ട് ആണ് അവൻ ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ പല പിക്ചേഴ്സുകൾ കണ്ട്, മെന്റലായിട്ട് നമ്മള് പിക്ചേഴ്സുകൾ കാണൂലെ, പിക്ചേഴ്സുകൾ കണ്ട് അതിലൂടെയാണ് എൻവയോൺമെന്റിനെ അവൻ അറിയുന്നത്. മനസ്സിലായോ? ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഓഡിയോ വിഷ്വൽ ഇമേജസുകൾ അല്ലെങ്കിൽ മെന്റൽ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും അവൻ മനസ്സിലാക്കി എടുക്കുന്നത്. മനസ്സിലായോ? ഇൻആക്റ്റീവ് സ്റ്റേജിൽ അവൻ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അവരെ ടച്ച് ചെയ്ത്, ബൈറ്റ് ചെയ്ത്, പെട്ടെന്ന് ഗ്രാസ്പ് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കുട്ടി എൻവയോൺമെന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതുപോലെ ഐക്കോണിക് സ്റ്റേജ് ആയപ്പോഴും കുട്ടി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എൻവയോൺമെന്റിനെ? ഓഡിയോ വിഷ്വൽ ഇമേജസുകള്, പിക്ചേഴ്സുകള്, അതുപോലെ വീഡിയോസുകള്, അതുപോലെ ഓഡിയോകളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും, ഇവന്റ്സ് അല്ലെ, ഓരോ കാര്യങ്ങളായാലും അവൻ മനസ്സിലാക്കി എടുക്കുന്നത്. മനസ്സിലായോ? ഇൻആക്റ്റീവ് സ്റ്റേജും ഐക്കോണിക് സ്റ്റേജും.
ഓഡിയോ വിഷ്വൽ ഇമേജസ് മെന്റൽ പിക്ചേഴ്സ് അതിന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. ഐക്കോണിക് സ്റ്റേജിലാകുമ്പോൾ ഓഡിയോ വിഷ്വൽ ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെന്റൽ പിക്ചേഴ്സ്, പല പിക്ചേഴ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻആക്റ്റീവ് സ്റ്റേജിലാവുമ്പോൾ എന്താണ്, ടച്ച് ചെയ്ത് വൈറ്റ് ചെയ്ത് ഗ്രാസ്പ് ചെയ്ത്, അതുപോലെ തന്നെ ആ സ്റ്റേജിൽ അവൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഓടുക ചാടുക അങ്ങനെയുള്ള മോട്ടോർ സ്കിൽസ്, മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസിലൂടെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻആക്റ്റീവ് സ്റ്റേജില് പിക്ചേഴ്സ് നോക്കിയിട്ടല്ല, നോട്ട് ത്രൂ ദ വേർഡ്സ് ഓർ പിക്ചേഴ്സ്, മനസ്സിലായോ? അവൻ ടച്ച് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഗ്രാസ്പ് ചെയ്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത്. ഓക്കെ, ഈ ഐക്കോണിക് സ്റ്റേജിലാകുമ്പോൾ ഓഡിയോ വിഷ്വൽ ഇമേജസും പിക്ചേഴ്സ് ഒക്കെ നോക്കി കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് സിംബോളിക് സ്റ്റേജ്. Symbolic stage. During this stage, symbolic representations in the form of words, symbols, or other imaginary abstract phenomena take the place of motor activities and audio-visual images. Here, the child uses the symbolic activities such as language and mathematics. ഇനി ഈ സിംബോളിക് സ്റ്റേജിൽ ആകുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഐക്കോണിക്, ഇനാക്റ്റീവ് ആൻഡ് ഐക്കോണിക്കിന്റെ മിക്സഡ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സിംബോളിക് ആൻഡ് സിംബോളിക് സ്റ്റേജിൽ വരുന്നത് ഈ രണ്ട് സ്റ്റേജിൽ നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റേജിന്റെ മിക്സഡ് ആണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതുപോലെ പല പിക്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള മോട്ടോ റെസ്പോൺസ് ആക്ടിവിറ്റീസ്, പല രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്. സിംബോളിക് സ്റ്റേജില് ഡ്യൂറിംഗ് ദി സ്റ്റേജ് സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ഫോം ഓഫ് ദ വേർഡ്, സിംബൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വേർഡുകൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്, മോട്ടോർ സ്കിൽസ് ആക്ടിവിറ്റീസ് വഴി, അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ ഇമേജസുകൾ അല്ലെ, നമ്മളിവിടെ പറഞ്ഞില്ലേ ഓഡിയോ വിഷ്വൽ ഇമേജസുകൾ. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഓക്കെ, ഇത് രണ്ടിന്റെയും എന്താണ് ഈ മിക്സഡ് ആണ് ഈ സിംബോളിക് സ്റ്റേജിൽ വരുന്നത്. ഓഡിയോ വിഷ്വൽ ഇമേജസുകൾ ഉപയോഗിച്ചിട്ട് പല പിക്ചേഴ്സുകൾ നോക്കിയിട്ട് അതുപോലെ മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയുമാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ്, രണ്ടിന്റെയും വരുന്നുണ്ട്, രണ്ട് കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് സിംബോളിക് സ്റ്റേജുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഐക്കോണിക് ഇനാക്റ്റീവ് സ്റ്റേജിൽ എന്താണ് മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ്. മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് ചാലകപരമായിട്ടുള്ള കഴിവുകൾ, ഓടുക ചാടുക, അതൊക്കെ എങ്ങനെയാണ് മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജസുകളോ അല്ലെങ്കിൽ വേർഡ്സുകളോ ഉപയോഗിച്ചിട്ടല്ല അവൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഐക്കോണിക് സ്റ്റേജിൽ വരുമ്പോൾ ഓഡിയോ വിഷ്വൽ ഇമേജസുകളായാലും അല്ലെങ്കിൽ പല പിക്ചേഴ്സുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ഡെവലപ്മെന്റ്സ് ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജിലാവുമ്പോൾ ഈ ഇനാക്റ്റീവ് സ്റ്റേജില് ഐക്കോണിക് സ്റ്റേജില് എന്താണ് രണ്ടും കൂടി ഉള്ളതാണ് കേട്ടോ. മോട്ടോർ സ്കിൽസ് ആക്ടിവിറ്റീസും ഓഡിയോ വിഷ്വൽ ഇമേജസുകൾ രണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാനും ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ സിംബിൾസ് അറിയാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തേർഡ് സ്റ്റേജിൽ സംഭവിക്കുന്നത്.
ഓക്കെ ആണോ സ്റ്റേജസ്? ഇനി നെക്സ്റ്റ് ആണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അത് പിയാഷെ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ആ തിയറിയില് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. ആ തിയറിയില് 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്. അതിനകത്ത് 4th സ്റ്റേജ് ആണ് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 3rd വരെയുള്ള സ്റ്റേജ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഈ സ്റ്റേജിലോട്ട് കിടക്കാം കേട്ടോ. 4th സ്റ്റേജിലോട്ട് കിടക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നോട്ട് ചെയ്താലുണ്ട്. ഹെഡിങ് കൊടുക്കാം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. പിയാഷെ തന്നെയാണ് ഇതിന്റെ ഫാദർ ആയിട്ട് വരുന്നത് കേട്ടോ. ഫൗണ്ടർ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. According to Piaget, സ്പെല്ലിംഗ് വേണോ? പിയാഷെയുടെ PIAGET. According to Piaget. ഒരു കോമ ഇട്ട് കൊടുക്കാം കേട്ടോ. കോമ. Cognitive development. Arise ARISES, arise, as a result of the interaction between the individual, and the world, 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 and the world, and passes, passes through a series of sequential stages. ഒന്നുകൂടി വായിക്കാം. According to Piaget, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. ഈ പിയാഷെയുടെ അഭിപ്രായത്തില് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ തന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് വൈജ്ഞാനിക വികാസം ഉണ്ടാക്കുന്നു. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിയാഷെ പറഞ്ഞിട്ടുള്ള ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു കുട്ടി ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് 4 ഘട്ടങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സ്റ്റേജസ് ഉണ്ട്. അതിനകത്ത് 4th സ്റ്റേജ് ആണ് നമ്മള് നമ്മുടെ PDF-ലുള്ളത് കേട്ടോ. 4th സ്റ്റേജ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് എഴുതാം. Major stages of cognitive development.
ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി SENSORY സെൻസറി മോട്ടോർ സ്റ്റേജ്. MOTOR മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടം എത്ര ഇയർ തൊട്ട് എത്ര വരെയാണ് എഴുതിയിടുക? 0 to 2 years ആണ് കേട്ടോ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ കാലഘട്ടം. 0 to 2 years. 0 മുതൽ 2 വയസ്സ് വരെ, ജനനം തൊട്ട് 2 വയസ്സ് വരെ. 0 to 2 years. ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജിന് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് സെന്റൻസ് ആണ്. In the first 2 years, infants' mental activities. Infants' mental activities. Any second sentence, coordinations is obtained through the obtained obtained through the senses. Next point, object permanence. Okay, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഉള്ളൂ. ഫസ്റ്റ് ഒന്നുകൂടി പറയാം. In the first 2 years, infants' mental activities, coordinations is obtained through the senses, object permanence. നമ്മൾ പറഞ്ഞു പിയാഷെ തന്നിട്ടുള്ള അല്ലെങ്കിൽ പിയാഷെ ഡെവലപ്പ് ചെയ്ത ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് അല്ലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ്. 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളത്തില് ഇന്ദ്രിയ ചാലഘട്ടം എന്ന് പറയുന്നു കേട്ടോ. ഇന്ദ്രിയ ചാലഘട്ടം. ഇന്ദ്രിയ ചാലകഘട്ടം. സെൻസറി മോട്ടോർ സ്റ്റേജില് കുട്ടികൾക്ക് എത്ര ഇയർ തൊട്ട് എത്ര ഇയേഴ്സ് വരെയാണ്? 0 to 2 years കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഈ ഫസ്റ്റ് എന്താണ് 2 years 2 വയസ്സ് വരെയുള്ള കുട്ടികളിലുള്ള കാലഘട്ടമാണ്. ഇതിൽ മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. നമ്മളെ ഇപ്പൊ എന്താണ് കണ്ണ് കാണുക, അതുപോലെ തന്നെ ചെവിയിലൂടെ, അതുപോലെ മൂക്കിലൂടെ അല്ലെ, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ഇത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതാണ് കോർഡിനേഷൻസ് ടു ഒബ്റ്റെയിൻഡ് ത്രൂ ദ സെൻസസ്. ഈ 5 അല്ലെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന വായിലൂടെ, അതുപോലെ തന്നെ മൂക്കിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് 0 to 2 years. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത. ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ വസ്തുസ്ഥിരത. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, വസ്തുസ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു തുണിയുടെ അടിയില് ഒരു ബോൾ വെച്ചു. ഒരു ബോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞത് നോക്കി മനസ്സിലാക്കുന്നു, ആ തുണിയുടെ അടിയിൽ ബോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്, വസ്തുസ്ഥിരത. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ പഠിച്ചത്.
സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിയാഷെ നൽകിയ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതുപോലെ തന്നെ 0 to 2 years വരെയുള്ള കുട്ടികളുടെ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത്. ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മള് എന്താണ് ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് അല്ലെ. കണ്ട് കേട്ട് സ്മെല്ല് ചെയ്ത് ഓരോ കാര്യങ്ങളും കേട്ട് പഠിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെയാണ് അവൻ ഓരോ കാര്യങ്ങളിലും ഡെവലപ്പ് ആകുന്നത്. 0 to 2 years വരെയുള്ള കാലഘട്ടം കണ്ടും കേട്ട് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത അല്ലെ. വസ്തുസ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു തുണിയുടെ അടിയിൽ ഹോള് വെക്കുകയാണെങ്കിൽ അവൻ തുണി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനറിയാം ഹോളുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത. തുണിയുടെ അടിയിൽ ഒരു ഹോള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ആ തുണിയുടെ അടിയിൽ ഹോളുണ്ട് എന്നുള്ളത്. തുണി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോള് കാണാം, ഹോളുണ്ട്, തുണിയുടെ അടിയിൽ ഹോളുണ്ട് എന്നുള്ളത് അവന് ഉറപ്പാണ് അല്ലെ. അതാണ് വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE ഒരു ഹൈഫൺ ഇടാം, ഓപ്പറേഷണൽ സ്റ്റേജ്. OPERATION ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇയേഴ്സ് 2 to 7 years ആണ് വരുന്നത് കേട്ടോ. 2 to 7 years. ഫസ്റ്റ് പോയിന്റ് mental images. Mental images. Mental images, comma, symbolic activities. Symbolic activity. First sentence ആണ്, first point ആണ് mental images, comma, symbolic activity. മാം, ഇതിന്റെ ഉദാഹരണമാണോ കുട്ടി ഒരു പെൻസിൽ എടുത്ത് അത് റോക്കറ്റായി കാണുന്ന പോലെ കളിക്കുന്നതാണോ? എന്താണ് നമ്മള് ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കുട്ടികള് ഒരു എന്തെങ്കിലും ഒരു പെൻസിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കാറായി ഓടിക്കുന്ന പോലെ അങ്ങനെയാണോ ഇമാജിൻ ചെയ്യുന്നതാണോ? ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണോ? അതെ, അതിനെ ആണോ ഉദ്ദേശിച്ചത്? രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നോട്ട്. അത് ഇമാജിൻ ചെയ്യുന്നതാണോ എന്നാ ചോദിച്ചത്. അതെ അതെ. ഇപ്പൊ എന്താണ് മനസ്സിൽ അവൻ ചിത്രങ്ങൾ ടോയ് അല്ല, പക്ഷെ വേറെ സാധനം കൊണ്ട് കളിക്കുമ്പോ അതിനെ പറ്റി പറയുന്നത്. മനസ്സിൽ അവനിപ്പോ ആന എന്ന് പറയുമ്പോ ആനയുടെ ചിത്രം അവൻ നോക്കി മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവൻ മനസ്സിൽ കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ആന എന്ന് പറയുമ്പോ വലിയൊരു വലിയ ജീവിയാണ്. പാരന്റ്സ് പറഞ്ഞു കൊടുക്കൂല്ലോ, നമ്മള് ടീച്ചേഴ്സ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ വലിയ ജീവി, തുമ്പിക്കൈയുണ്ട്, വലിയ ഇയേഴ്സ് അല്ലേ. ഇപ്പൊ അവൻ മനസ്സിൽ കാണും വലിയ ജീവിയാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കി മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് മെന്റൽ ഇമേജസ്, അതുപോലെ സിംബോളിക് ആക്ടിവിറ്റി, സിംബിൾസ് ഒക്കെ അറിയാനായിട്ട് തുടങ്ങും. ഇനി നെക്സ്റ്റ് സെന്റൻസ് ആണ്, നെക്സ്റ്റ് പോയിന്റ് ആണ് vocabulary increases. Vocabulary increases. Vocabulary increases. വാക്കുകൾ കൂടുതൽ സംസാരിക്കാനായിട്ട് അല്ലെ, അവര് എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. 2 to 7 years ആകും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ഡെവലപ്മെന്റ്. വൊക്കാബുലറി ഇൻക്രീസ് ആകുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെന്റൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്.
നെക്സ്റ്റ് സെന്റൻസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് എനിമിസം. ANI എനിമിസം. ANIMISM. അനിമിസം. ANIMISM. അനിമിസം. അനിമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പോ എന്താണ്, ഈ പാവകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, നമ്മളും ചെറുപ്പത്തിലൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ. സാരി കൊടുത്ത് പാവനൊക്കെ കയ്യിൽ വെച്ചിട്ട് ജീവനില്ലാത്തവയോട് ജീവൻ ഉണ്ടെന്ന് കരുതിയിട്ട് സംസാരിക്കാറില്ലേ നമ്മള്. ഇപ്പൊ മതിലിനോടൊക്കെ സംസാരിക്കാറുണ്ട്, നമ്മള് കണ്ണാടി നോക്കി സംസാരിക്കാറുണ്ട്, കുഞ്ഞുകുട്ടികളെ കളിക്കും കാര്യം ഇല്ലേ, ചെയ്യാറില്ലേ അങ്ങനെ? ഓക്കെ, നിങ്ങളുടെ മക്കളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കാൻ, ശ്രദ്ധിക്കാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇപ്പൊ ജീവനില്ലാത്തവയോടൊക്കെ ജീവൻ ഉണ്ടെന്ന് കരുതിയിട്ട് അവര് സംസാരിക്കാറുണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. സാരി കൊടുത്ത് പാവനൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കും. അതുപോലെ കഞ്ഞിക്കറിയൊക്കെ വെക്കുമ്പോ അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുമ്പോ അങ്ങനെ സംസാരിക്കാറുണ്ട്. അതുപോലെ മതിലിനോട് സംസാരിക്കും, അതുപോലെ കണ്ണാടി നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അവരില് സംഭവിക്കുന്നുണ്ട്. അതാണ് എനിമിസം എന്ന് പറയുന്നത് കേട്ടോ. ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കുന്നു. ഓക്കെ, അപ്പോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. അതിൽ ഇവരുടെ ഇയേഴ്സ് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഒരു കുട്ടിയുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ മെന്റൽ ഇമേജസ്, മനസ്സിൽ ഓരോ ചിത്രങ്ങൾ കണ്ടിട്ട് അവരത് മനസ്സിലാക്കി എടുക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ സിംബോളിക് ആക്ടിവിറ്റീസ്, സിംബൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ വാക്കുകൾ, വൊക്കാബുലറി ഇൻക്രീസ് ആവുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനിമിസം, ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ട് സംസാരിച്ച് ജീവനുള്ളവയാണെന്ന് കരുതി സംസാരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ്, CONCREATE, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതിന്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് 7 to 11 ഇയേഴ്സ് ആണ് കേട്ടോ. 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെയാ സംഭവിക്കാം? ഫസ്റ്റ് പോയിന്റ് ഏതാ? ലോജിക്കൽ തിങ്കിങ്. ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട്, അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ലോജിക്കൽ തിങ്കിങ്. അതുപോലെ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ്, CTIVE, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. വ്യക്തിപരമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. 11 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം ലോജിക്കൽ തിങ്കിങ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്, വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കണ്ടും കേട്ടും വേർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്. നമ്മൾ 3 പോയിന്റ് ആണ് പറഞ്ഞത് കേട്ടോ. 4ാമത്തെ പോയിന്റ് ആണ് കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. കൺസർവേഷൻ, CONSERVATION, conservation of numbers.
അതുപോലെ കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്. ഈ 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എഴുതാം. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്. അതൊക്കെ അറിയാനായിട്ട് തുടങ്ങും. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ രൂപാന്തരണത്തിന് വിധേയമാക്കിയെങ്കിലും അവയ്ക്ക് പഴയ അളവ് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന ധാരണ ഇപ്പൊ മനസ്സിലാക്കാം. ഇപ്പോ എന്താണ്, ഇപ്പൊ മെഴുകുതിരി നമ്മള് ഇപ്പൊ നേരെയുള്ള ഒരു മെഴുകുതിരിയുടെ രൂപം അറിയാലോ, ഇങ്ങനെ നേരെയാണ് അല്ലെ. അത് നമ്മൾ ഉരുക്കി ഒരു ഗ്ലാസ്സിലോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് വ്യാപ്തി, അല്ലെങ്കിൽ അത് കുറയെ കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അതിന്റെ മാസത്തിന്? ഇല്ല, സെയിം തന്നെ ആയിരിക്കില്ലേ? ഇല്ലേ? ചിന്തിച്ചു നോക്കിയേ. മെഴുകുതിരി, നേരെയുള്ള മെഴുകുതിരി, അതിന്റെ ഇത് ഒന്ന് ഉരുക്കി നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇടുകയാണെങ്കിൽ എന്താണ് അതിന്റെ മാസത്തിന് വ്യത്യാസം? മാറ്റം വരും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ഗ്ലാസ്സിലൊരു വെള്ളം, അത് നമ്മൾ കുപ്പിയിലേക്ക് ഇടുകയാണെങ്കിലോ വ്യത്യാസം വരുമോ? അളവിൽ വ്യത്യാസം വരുമോ? ഇല്ല. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്പേഴ്സ് ആയാലും അതുപോലെ വോളിയം, മാസ് ഇതൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് എന്നുള്ളത് പഠിക്കാനായിട്ട് തുടങ്ങും. അതാണ് കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, വോളിയം, മാസ്. ഇവയെ കുറിച്ചൊക്കെ അറിയാനായിട്ട് തുടങ്ങും. ഇനി നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയേഷൻ. ശ്രേണീകരണം. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കാനായിട്ട്, അതുപോലെ തന്നെ ശ്രേണീകരണം, ഇതൊക്കെ അവന് അറിയാനായിട്ട് അവന് ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. ഓരോ കാര്യങ്ങളും തരംതിരിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. ശ്രേണീകരണം അല്ലെ, സീരിയേഷൻ ഒക്കെ അറിയാനായിട്ട് അവൻ തുടങ്ങും. ഇനി നെക്സ്റ്റ് ആണ് റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട്. റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട്. REVERSIBILITY. റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട്. എന്റെ അവിടെ എഴുതാം എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഓക്കെ. അപ്പൊ എന്താണ്, ഇപ്പൊ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ മുന്നിലേക്കും പിന്നിലേക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ്. ഞാൻ എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മള് ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ലേ, അത്. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ കാലം, അതുപോലെ തന്നെ ഫ്യൂച്ചർ, ഭാവി ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ടുള്ള കഴിവ് കുട്ടികൾ വളർത്തുന്നത്. അതാണ് റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട് കേട്ടോ. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എന്തിലുണ്ടാകുന്നത്, എന്തിനാ നമ്മൾ പറഞ്ഞത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ആദ്യം പറഞ്ഞത് ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നുണ്ട്, അതുപോലെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അല്ലെ, വാക്കുകളിൽ അർത്ഥം അനുസരിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങും, കണ്ടും കേട്ട് ഓരോന്നേ വേർഡ്സുകളൊക്കെ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്പേഴ്സ്, വോളിയം, മാസ് ഇതൊക്കെ അറിയാനായിട്ട് തുടങ്ങും. ശ്രേണീകരണം, അതിനുള്ള കഴിവുണ്ടാവും. ഓരോ കാര്യങ്ങളും ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള തരംതിരിക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് കുറവുണ്ട്. നാലാമത്തെ ഏതാ പറഞ്ഞത്? നാലാമത്തെ പോയിന്റ് ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ ക്ലിയർ കുറവുണ്ട്. ഓക്കെ. നാലാമത്തെ പോയിന്റ് കൺവേർഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മാസ്, വോളിയം, നമ്പേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ശ്രേണീകരണം, ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട് കേട്ടോ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ അറിയാനായിട്ടും ചിന്തിക്കാനായിട്ടുള്ള കഴിവ്, മുന്നിലേക്കും പിന്നിലേക്കും ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. ഇത്രയുള്ളതാണ് കേട്ടോ തേർഡ് സ്റ്റേജില്. ഓക്കെ. ക്ലിയർ ആണല്ലോ ഇത്രയും വരെ? ഇത്ര വരെ ഒക്കെ ആണോ? ഓക്കെ. അപ്പോ ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഇതിന്റെ ബാക്കി ഭാഗം പറഞ്ഞു തരാം. ഓക്കെ, ടൈം ആയതുകൊണ്ടാണ്. ആരാ സൈൻ ഔട്ട് പറയുന്നത്? എനിക്കൊന്ന് പറഞ്ഞോളൂ കേട്ടോ. യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അതിന്റെ സ്റ്റേജസ് പറഞ്ഞു തന്നു. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജുകളാണ് അതിനുള്ളത്. ഇനാക്റ്റീവ് സ്റ്റേജിൽ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓടുക, ചാടുക അങ്ങനെ തുടങ്ങിയ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നു. അതുപോലെ തന്നെ ഐക്കോണിക് സ്റ്റേജിൽ കുട്ടികൾ ഓഡിയോ വിഷ്വൽസിലൂടെയും മെന്റൽ ഇമേജിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ സിംബോളിക് സ്റ്റേജ് ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. പിന്നെ ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഫാദർ പിയാഷയുടെ 4 സ്റ്റേജസിലാണ് ഇവിടെ വിവരിച്ചത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ, താങ്ക് യു മാം.